സ്ഥിരമായിട്ട് വിക്സ്, അമൃതാഞ്ചൻ, ടൈഗർ ബാം ഒക്കെ ഉപയോഗിക്കാറുണ്ടോ? എന്നാൽ ഈ ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. പല ആളുകളും ജലദോഷം, അലർജി പോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് മൂക്കടപ്പൊക്കെ ഉണ്ടാകുമ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് വിക്സ് പോലെയുള്ള ബാമുകളൊക്കെ. ഇങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ സമയത്ത് മാത്രം നമുക്കൊരു ആശ്വാസം തോന്നുകയാണ് ചെയ്യുന്നത്. കാരണം അത് തേക്കുമ്പോൾ ഉള്ള പുകച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അറിയാതെ പോവുകയാണ്. അതേ ആളുകളും ചെയ്യുന്ന ഒരു അപകടമാണ് ഇത് ഉപയോഗിച്ച് ആവി പിടിക്കുക. അതുപോലെ തന്നെ മൂക്കിനകത്ത് പോലും ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. മെന്തോൾ പോലെയുള്ള പല പദാർത്ഥങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതൊരു കൂളിംഗ് എഫക്ട് തരുന്ന പദാർത്ഥങ്ങളാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് മൂക്കൊക്കെ ഒന്ന് തുറന്ന് ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു ആശ്വാസം ഉണ്ടാവും, നന്നായിട്ട് ശ്വാസം എടുക്കാനൊക്കെ പറ്റും. പക്ഷെ നേരെ മറിച്ച് ഇത് വളരെയധികം അപകടകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇത് മൂക്ക് ഒലിക്കാൻ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ കഫം ഒലിച്ചു പോകാതെ നേരെ നമ്മളെ സൈനസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുവഴി സൈനസൈറ്റിസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുന്നു. ഈ എത്തുന്ന കഫം ഒരു വരണ്ട ചുമയും ഉണ്ടാക്കുന്നു. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അലർജി, സൈനസൈറ്റിസ്, മൈഗ്രെയിൻ ഒക്കെ മാറാതിരിക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തമായിട്ടുള്ള രോഗനിർണയം ചെയ്യുകയും അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുകയുമാണ് വേണ്ടത്. സ്ഥിരമായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിലൂടെ ഇതെല്ലാം ഉള്ളിലേക്ക് അമർന്നു പോവുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അലർജിയുടെയും സൈനസൈറ്റിസിന്റെയും മൈഗ്രെയിന്റെ ഒക്കെ ബുദ്ധിമുട്ട് വർഷങ്ങളോളം കൊണ്ട് നടക്കുന്ന പല ആളുകൾക്കും അത് മാറാതിരിക്കാൻ ഇത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അപ്പോൾ കഴിയുന്നതും ഇങ്ങനെയുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. വ്യക്തമായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടിയുള്ള രോഗനിർണയം നടത്തുകയുമാണ് വേണ്ടത്. ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി എന്താണോ നിങ്ങളുടെ ബുദ്ധിമുട്ട് നല്ല രീതിയിൽ ചികിത്സിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. നിങ്ങളും ഇതുപോലെ സ്ഥിരമായിട്ട് ഇതൊക്കെ ഉപയോഗിക്കാറുണ്ടോ? എന്നാൽ താഴെ കമന്റ് ചെയ്യൂ. സ്ഥിരമായിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്ന, മൂക്കിൽ വരെ ഇതൊക്കെ വാരി തേക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്തായാലും നിങ്ങൾ ഇത് ഷെയർ ചെയ്യൂ.